നമസ്കാരം, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രേപ്പ് ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ മുന്തിരിച്ചെടി കാണുന്നവർ കണ്ടോളൂ. ഇത് പൊന്നാരമംഗലത്തൊരു വീട്ടിലാണ് ഉണ്ടാകുന്നത്. മുളകാട് തന്നെ പൊന്നാരമംഗലത്തൊരു വീട്ടിൽ. ഇതിൽ അവിടെ ഒരുപാട് മുന്തിരിങ്ങ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളമെന്ന് പറഞ്ഞത് കോഴിവെട്ടിയുള്ള ചോര. അതൊഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവുള്ളൂ എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ ഇങ്ങനെയൊരു വളമുള്ള കാര്യം ഓർക്കുക. ഞാനിപ്പോൾ 1/2 കിലോയുടെ മുന്തിരി എടുത്തിരിക്കുന്നത്. 1/2 കിലോ മുന്തിരിയിലേക്ക് ഒരു മുടി വിനാഗിരിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് ആകെ നന്നായിട്ട് പഴുത്ത് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2-3 പ്രാവശ്യം അരമണിക്കൂർ ആദ്യം വെക്കണം. അത് കഴിഞ്ഞ് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 1/2 കിലോ വെച്ചിട്ടൊക്കെയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1/2 കിലോ എടുത്തത്. ഈ 1/2 കിലോ മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിക്ക് കുരുവുള്ളതാണ്. നമ്മുടെ വൈനൊക്കെ ഉണ്ടാക്കുന്ന മുന്തിരി, അതായത് ജ്യൂസ് അടിക്കുന്ന മുന്തിരി. ഇത് പച്ചക്ക് ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ചുണ്ട് ചൊറിയുന്നു എന്നുള്ള പരാതിയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും, ചുണ്ടൊന്നും ചൊറിയില്ല. ഇത് മുന്തിരി വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ മുന്തിരി മറ്റേ റോസ് മുന്തിരിയല്ല, സീഡ്ലെസ് ആയിട്ടുള്ള മറ്റേ ബ്ലാക്ക് ആ മുന്തിരിയല്ല, നമ്മുടെ സാധാ മുന്തിരി. കൂട്ടത്തിൽ ഏറ്റവും വില കുറവ് ഇതിനായിരിക്കും. ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു കുക്കറാണ്. നന്നായിട്ട് കഴുകി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ മുന്തിരി ഇടാം. അപ്പോൾ കുക്കറിലെ മുന്തിരിയിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം, ഇത് മെഷർമെൻറ്റ് കപ്പിൽ 240 ml 1 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം. എനിക്ക് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള ജ്യൂസാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഞാനിത് ഒറ്റ സ്റ്റീം കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ട് ഒറ്റ സ്റ്റീം മാത്രമേ അടിക്കുന്നുള്ളൂ. ഒറ്റ സ്റ്റീം മതി. അധികം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും. വെന്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്ന് അറിയാം, പച്ച കഴിക്കുന്ന പോലെ അല്ല. എങ്കിലും അധികം ഗുണമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒറ്റ സ്റ്റീം അടിക്കുന്നുള്ളൂ. കുക്കർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇത് തുറന്ന് അതിൻ്റെ ഉള്ളിലോട്ട് തലയിട്ടൊന്നും നോക്കരുത്. നമുക്ക് പെട്ടെന്ന് എയർ കളയാനാണെങ്കിൽ കുക്കറിൻ്റെ ഈ ബാക്കിൽ ഈ ഹുക്ക് പോലത്തെ സംഭവമില്ലേ, അതൊന്ന് ഊരിയിട്ടാൽ മതി. പെട്ടെന്ന് പോകില്ല, നല്ല സാവധാനം. പിന്നെ അവിടെ വെടിച്ചിട്ട് ഇവിടെ പതുക്കെ പൊക്കി നോക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ മുന്തിരി എല്ലാം വെന്ത് മുന്തിരിയുടെ കളറൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിലേക്കായി. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മുന്തിരിയുടെ ആ ദശ പോലത്തെ സംഭവം കുറച്ചെടുത്ത് മാറ്റി വെക്കാം. തൊലി എടുക്കാൻ പാടില്ല, ഈ അതിൻ്റെ ദശ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിൽ കുറച്ച് ഐസ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ തന്നെ കല്ല് പോലെ ആവും, വിളവിളാന്ന പോലെ ഇരിക്കില്ല. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1/2 കിലോ മുന്തിരിയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചത്. അപ്പം ഞാൻ ഈ മെഷർമെൻറ്റ് കപ്പിൻ്റെ പകുതി പഞ്ചസാര എടുത്തിരിക്കുകയാണ്. അതായത് 240 ml കപ്പിന് പകുതി പഞ്ചസാര. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ മധുരം എങ്ങനെയാണോ അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കാം. എനിക്കിത്തിരി മധുരം കൂടുതലാണ് ഇഷ്ടം. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ മധുരം കൂടും കേട്ടോ, അതുകൊണ്ട് അധികം അങ്ങോട്ട് മധുരം ഇടണ്ട. ഞാനിത് ഇത്രയും മധുരം ഇട്ടിട്ട് ഒന്ന് നോക്കട്ടെ. ഈ മധുരം എനിക്ക് കറക്റ്റാണ്. മുന്തിരിക്ക് നല്ല മധുരമുള്ള മുന്തിരിയാണല്ലോ, അപ്പോൾ ഈ മധുരം മതിയാവും.
മധുരം എങ്ങനെ വേണമെങ്കിലും ആവശ്യത്തിന് നമുക്ക് ചേർക്കാം, എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. ഇനി തണുപ്പിച്ചിട്ടാണെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ പഞ്ചസാരയുടെ ഒരു കുത്തൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചൂടോട് കൊണ്ട് തന്നെ പഞ്ചസാര ഇതിൽ ചേർത്തത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു വലിയ തുളയുള്ള അരിപ്പയിൽ വേണം എടുക്കാനായിട്ട്. നമ്മുടെ ജ്യൂസ് അരിപ്പ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഈ പൾപ്പ് ശരിക്കും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരിത്തിരി കട്ടി പോലെ തോന്നുള്ളൂ. ഞാൻ അതിൻ്റെ പൾപ്പ് മുഴുവനായിട്ട് ഏകദേശം എടുത്തു. മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബലം പ്രയോഗിച്ച് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇതും പോരും. മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. തണുപ്പിച്ചെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് കുപ്പിയിലാക്കി ജോലി സ്ഥലത്ത് പോകുമ്പോൾ കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ ജ്യൂസ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. നന്നായിട്ട് തണുപ്പിക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ചൂടോടുകൂടി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ കുറച്ച് മുന്തിരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ കുരു ഒന്ന് മാറ്റി കൊടുക്കണം.